ഓൺലൈൻ ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ബോർഡ് ആവുകയാണെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് താഴെ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കാം. അതേസമയം ഓഫ്ലൈൻ പിള്ളേരാണെങ്കിൽ അവർ പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് സംസാരിക്കാൻ റൂംമേറ്റ്സ് പോലും കാണില്ല. അവർ അതിനെക്കാട്ടിൽ തകർത്ത് വെച്ച് പഠിക്കുമായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷനായിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രഷർ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. ഇൻ്റർവെൽ എടുത്തിട്ട് കോറിഡോറിലൂടെയൊക്കെ നടക്കുക. എനിക്കറിയാം കോറിഡോറിലെയൊക്കെ സിറ്റുവേഷൻസൊക്കെ എനിക്കറിയാം. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഒന്ന് ബ്രേക്ക് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും കോറിഡോറിൽ ചിലവർ ഇരുന്ന് പഠിക്കുന്നു, കിടന്ന് പഠിക്കുന്നു, നടന്ന് പഠിക്കുന്നു. അങ്ങനെ കാര്യം ഡെയിലി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുമെന്ന് പറയും. പക്ഷെ ഡെയിലി ടോപ്പിക്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷെ നമ്മൾ നല്ല മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കണം. അതായത് വീക്കിലി എക്സാമിന് മാർക്ക് കുറഞ്ഞാലൊന്നും നമ്മളെ അത് ബാധിക്കാത്തവരാണെങ്കിൽ അതൊക്കെ നല്ല മെത്തേഡാണ്. ഡെയിലി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേസമയം വീക്കിലിക്ക് 300 മാർക്കേ കിട്ടുന്നുള്ളൂ, 350 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പേഴ്സണലി റിക്വസ്റ്റ് വരുന്നൊരു സംഭവമാണ്, ചേച്ചി നമ്മൾ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു ജെനുവിനായിട്ടുള്ള സംഭവം തന്നെയാണ്. സ്ട്രെസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണി വാളുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റലേഴ്സിനാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാലും വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലടാ. നമുക്കിപ്പോൾ വാർഡൻ്റെ ഒന്നും പെർമിഷൻ എടുക്കാതെ നമുക്ക് വെളിയിൽ പോകാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഓൺലൈൻ പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതിനിടയ്ക്ക് എത്രത്തോളം ഇതാവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ താഴെ പോകാം, ഫുഡ് കഴിക്കാം, വെളിയിലൊന്ന് നടക്കാൻ പോകാം, അമ്പലത്തിൽ പോകാം. എല്ലാം നമ്മുടെ തന്നെ കൺട്രോളിലാണ്. അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷേ ഹോസ്റ്റലേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓൺലൈൻ ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്നതിനിടയ്ക്ക് നമുക്ക് ബോർഡ് ആവുകയാണെങ്കിൽ 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് താഴെ നമ്മുടെ വീട്ടുകാരോട് സംസാരിക്കാം. അതേസമയം ഓഫ്ലൈൻ പിള്ളേരാണെങ്കിൽ അവർ പഠിച്ച് 10 മിനിറ്റ് ബ്രേക്ക് എടുത്ത് സംസാരിക്കാൻ റൂംമേറ്റ്സ് പോലും കാണില്ല. അവർ അതിനെക്കാട്ടിൽ തകർത്ത് വെച്ച് പഠിക്കുമായിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും ടെൻഷനായിട്ട് നമ്മൾ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രഷർ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആവും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വീക്കെൻഡ്സിൽ, അതായത് തിങ്കളാഴ്ചയാണ് നമുക്ക് വീക്ക്ലി എക്സാം വരുന്നത്. എന്നിട്ട് നമ്മൾ ഞായറാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഫുഡ് അടിച്ച് കഴിഞ്ഞാൽ അപ്പം മുതൽ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ടൊരു പഠിത്തമായിരിക്കും ഉച്ചയ്ക്ക് ഫുഡിൻ്റെ സമയം വരെ. അപ്പോൾ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന പഠിക്കുകയാണെങ്കിൽ അത് ഫുള്ള് തീർത്തിട്ടേ കെമിസ്ട്രിയിലേക്ക് പോകത്തുള്ളൂ. കാരണം എന്നാലേ എനിക്കൊരു ആശ്വാസമുള്ളൂ, ഫിസിക്സ് എങ്കിലും തീർന്നല്ലോ എന്നുള്ളൊരു ആശ്വാസം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ തന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര രീതിയിൽ ബോറടിക്കും. എന്നാലും നമ്മൾ ഇത് പണ്ടാരം തീരട്ടെ എന്ന് വിചാരിച്ച് കടിച്ച് പിടിച്ചിരുന്ന് ചെയ്യും. അപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് റിവിഷൻ ചെയ്യാനായിട്ട് തോന്നത്തുമില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സാച്ചുറേറ്റ് ആയിട്ട് നന്നായിട്ട് തലവേദന എടുക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ 12 മണിയാണ് ടൈം വെച്ചേക്കുന്നതെങ്കിൽ ആ 12 മണി കൊണ്ട് ഇത് തീരത്തുമില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാനും ഉണ്ട്, ഫിസിക്സ് തൊട്ട് തീർന്നിട്ടുമില്ല. അങ്ങനത്തെ ടെൻഷനും ഒക്കെ വരും. അപ്പോൾ പരമാവധി നമ്മൾ മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. കുറച്ച് ഫിസിക്സ് പഠിക്കുക, കുറച്ച് കെമിസ്ട്രി പഠിക്കുക, ബയോ പഠിക്കുക. 3ഉം കംപ്ലീറ്റ് ആയിട്ട് തീർന്നില്ലെങ്കിൽ നമുക്ക് 3 സബ്ജക്റ്റിനെ പറ്റിയും ഐഡിയ കാണും. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണില്ല. ഫിസിക്സ് തന്നെ തീർന്നിട്ടുണ്ടായിരിക്കത്തില്ല, പിന്നെ കെമിസ്ട്രിയും ബയോയും പഠിക്കാൻ സമയവും കിട്ടത്തില്ല. ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആവുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഡെയിലി ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പഠിക്കുമെന്ന് പറയും. പക്ഷെ ഡെയിലി ടോപ്പിക്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. പക്ഷെ നമ്മൾ നല്ല മെൻ്റൽ സ്റ്റെബിലിറ്റി ഉള്ളവരായിരിക്കണം. അതായത് വീക്കിലി എക്സാമിന് മാർക്ക് കുറഞ്ഞാലൊന്നും നമ്മളെ അത് ബാധിക്കാത്തവരാണെങ്കിൽ അതൊക്കെ നല്ല മെത്തേഡാണ്. ഡെയിലി പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. അതേസമയം വീക്കിലിക്ക് 300 മാർക്കേ കിട്ടുന്നുള്ളൂ, 350 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ആ ഒരു വീക്ക്, അതായത് തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെ വീക്കിലി എക്സാമിൻ്റെ 3 സബ്ജക്റ്റ് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം ഈ പഠിക്കാൻ സമയമില്ലാത്തപ്പോഴാണ് നമ്മൾ ഈ ഒത്തിരി കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ഒരേ കാര്യം തന്നെ പഠിക്കുകയും ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. പിന്നെ അത് നല്ല രീതിയിൽ ടെൻഷൻ അടിക്കുവാണെങ്കിൽ എനിക്കൊരു വാട്ടർ ടാങ്ക് ഉണ്ട്, ഇത് കണ്ടോ, ഇതുപോലൊരു വാട്ടർ ടാങ്കിനകത്ത് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കുടിക്കുക. പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക. എത്ര വിഷമം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ഫുഡൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക, ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. 10 മിനിറ്റ് ഇൻ്റർവെൽ എടുത്തിട്ട് കോറിഡോറിലൂടെയൊക്കെ നടക്കുക. എനിക്കറിയാം കോറിഡോറിലെയൊക്കെ സിറ്റുവേഷൻസൊക്കെ എനിക്കറിയാം. നമ്മൾ ചിലപ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ആയിട്ട് ഒന്ന് ബ്രേക്ക് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും കോറിഡോറിൽ ചിലവർ ഇരുന്ന് പഠിക്കുന്നു, കിടന്ന് പഠിക്കുന്നു, നടന്ന് പഠിക്കുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് ഒന്നും കൂടെ കിളിവാറും. പക്ഷെ എന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടി എന്നുള്ള രീതിയിൽ അങ്ങ് നടക്കാനൊക്കെ നോക്കുക. കാരണം വേറൊന്നും നമുക്ക് ചെയ്യാനില്ലടാ. ഹോസ്റ്റലേഴ്സിന് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ അത്രത്തോളം സ്ട്രെസ്ഡ് ഔട്ട് ആവുകയാണെങ്കിൽ ഫോണൊക്കെ എടുത്തൊന്ന് വീട്ടിൽ വിളിക്കുക. എക്സാമിൻ്റെ തലേന്ന് കിടന്ന് കരയാനും പിഴിയാനും ഒന്നും നിൽക്കരുത്. കാരണം പഠിച്ചതും കൂടെ മറന്നു പോവും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമുക്ക് എക്സാം കഴിഞ്ഞ് വന്നിട്ട് സമയമുണ്ടല്ലോ കരയാനൊക്കെ. അങ്ങനെ പറഞ്ഞതല്ലടാ.
നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടിരിക്കുക. കാരണം കരയാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തലവേദനയായി, പിന്നെ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ ആ തലവേദന ഓർത്ത് ടെൻഷനായി, എന്തിനാ വെറുതെ. അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് എടുത്ത് ഫോൺ വിളിക്കുക, പിന്നെ പറ്റുവാണെങ്കിൽ അമ്പലത്തിലൊക്കെ ഒന്ന് പോവുക. അപ്പം ഞാനെന്ന് പറയുന്നത് ബ്രില്യൻറ്റിൽ പഠിക്കുമ്പോഴത്തേക്ക് 8 മണി ബാച്ചായിരുന്നു കേട്ടോ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല രീതിയിൽ ടെൻഷൻ ആകുമ്പോഴത്തേക്കും അതെന്ന് വെച്ചാൽ ആരോടും പറയാൻ പറ്റൂല, ആ ഒരു രീതിയിലുള്ള ടെൻഷനാണ്. കാരണം ആരും നമ്മളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യൂല. എന്ന് വെച്ചാൽ എല്ലാവരും പഠിക്കാൻ വരുന്നവരല്ലേടാ, അവർക്ക് ആർക്കും നമുക്ക് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് പോലും സമയം കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ 7 മണിക്കൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പുലിയന്നൂർ അമ്പലത്തിൽ പോകുമായിരുന്നു, പുലിയന്നൂർ ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ആർക്കും പോലും ശരിക്കും കാര്യമായിട്ട് അറിയത്തില്ല. കാരണം ഈ രാവിലെയൊക്കെ ഇറങ്ങി പോകുന്നത് അവർക്ക് പേടിയല്ല, എന്നിട്ട് ഞാനങ്ങനെ പറയത്തുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ പുലിയന്നൂർ അമ്പലത്തിൽ പോകും. എന്ന് വെച്ചാൽ നല്ല ദൂരമാണ് ഞങ്ങളുടെ ക്യാമ്പസിൽ നിന്ന്. ഞാനെന്ന് പറയുന്ന റെസിഡൻസ് കുറവുണ്ട ഹോസ്റ്റലാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചാവറ സ്കൂളിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അവിടെ നിന്ന് ഞാൻ ആ പുലിയന്നൂർ അമ്പലം വരെ പോകുമായിരുന്നു. ഷോർട്ട് കട്ട് എന്തോ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ എടുക്കുന്ന ഫുൾ ലോങ് കട്ടായിരുന്നു. നല്ല രീതിയിൽ നടക്കും. അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. പിന്നെ നല്ല രീതിയിൽ പണ്ടാരം അടങ്ങുവാണെങ്കിൽ കുറേ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 8 മണി 9 മണി രാത്രി ആകുമ്പോൾ കുളിക്കാൻ പോകും. അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ പരമാവധി രാവിലെ കുളിച്ചിട്ടിരുന്ന് പഠിക്കാനും നിൽക്കേണ്ട. ഈ സ്ട്രെസ്ഡ് ആവുന്ന സമയത്ത് നമ്മളൊന്ന് പോയി കുളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവും. പിന്നെ അങ്ങനെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എല്ലാം ഒരു ദിവസം ശരിയാവും എന്നുള്ള ഹോപ്പിൽ പഠിക്കുക. എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ള രീതിയിൽ വിചാരിക്കേണ്ട. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന 300, 400, 500 മാർക്ക് കൊണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. അതൊന്നും ആയിരിക്കത്തില്ല. അവിടെ പഠിക്കുന്ന എല്ലാവർക്കും എന്തായാലും ഒരു 500 അബോവ് സ്കോർ കിട്ടും. അപ്പോൾ അങ്ങനെങ്കിലും വിചാരിച്ച് 300 മാർക്കേ എനിക്ക് കിട്ടത്തുള്ളൂ, അങ്ങനൊന്നും ആരും ചിന്തിക്കേണ്ട. എല്ലാം ശരിയായിക്കോളും. നമുക്ക് ഇൻ കേസ് ഇനിയിപ്പോൾ നീറ്റ് കിട്ടിയില്ലെങ്കിലും അവിടെ പഠിക്കുന്നവർ നീറ്റ് മാത്രമല്ല എഴുതുന്നത്, നമ്മൾ ഐസർ എഴുതും, ഐക്കർ എഴുതും. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നുമില്ലാത്തവളായിട്ട് തിരിച്ച് ഇറങ്ങേണ്ടി വരും എന്നൊന്നും ആരും വിചാരിക്കുകയേ വേണ്ട. ഇപ്പം നിങ്ങൾ ഇപ്പം തന്നെ ചേച്ചി മറന്നു പോകുന്നു, അന്നേരം എങ്ങനെ ഇത്രയും ചാപ്റ്ററും കൂടെ ആകുമ്പോഴത്തേക്ക് ഓർക്കുന്നത്, അങ്ങനെയൊക്കെ വിചാരിക്കും. ഇപ്പം നിങ്ങൾ ആ പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വട്ടേ വായിച്ച് കാണത്തുള്ളൂ. പക്ഷേ എക്സാമിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 10 തവണയെങ്കിലും വായിക്കും. നമ്മൾ എങ്ങനെ വായിച്ചു എന്നുള്ളതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എത്ര തവണ വായിച്ചു എന്നുള്ളതാണ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പം നമ്മൾ ഓരോ വട്ടം വായിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ മിസ്സാവുന്ന ഓരോ പോയിൻറ്റ്സ് നമ്മൾ പിന്നെയും കാണും. അതാണ് ഒത്തിരി സമയമെടുത്ത് ഇങ്ങനെ വായിക്കുന്നതിനേക്കാളും നല്ലത് 5-6 തവണ ആ ഒരു ചാപ്റ്റർ തന്നെ വായിക്കുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ലൈൻ ബൈ ലൈൻ ഓർമ്മ വരും. ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയല്ല, ഇത് അങ്ങനെയാണെന്ന് നമുക്ക് അതേപോലെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ആ ഒരു മാർക്കും കാര്യങ്ങളും ഒന്നും കണ്ട് ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ ഒരു 10-12 തവണ വായിച്ചിട്ടേ കയറത്തുള്ളൂ. എക്സാമിൻ്റെ തലേന്ന് അടക്കം എക്സാമിൻ്റെ അന്ന് രാവിലെ വരെ വായിക്കും നമ്മൾ. അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ ടെൻഷൻ ആവണ്ട. പിന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു PDF മേടിച്ച് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 300-ലും 400-ലൊക്കെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു PDF മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ആ ഒരു പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെയായിരിക്കും എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തായാലും ഈ ഒരു നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കും. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞൊരു ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവും. തന്നെയും പിന്നെ ആ ഒരു പാറ്റേൺ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ പിന്നെ വരുന്നൊരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഇത് തന്നെ പഠിച്ച് അവിടെ മാർക്ക് കിട്ടിയിട്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിലാവട്ടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെന്ന് പറയുന്നത് അവരുടെ ക്വസ്റ്റ്യൻസ് മാത്രമല്ലല്ലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വേറെ പല ഗേഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ബ്രില്യൻറ്റിലെ വീക്ക്ലി എക്സാമിന് മാർക്ക് മേടിക്കുന്ന എന്തിനാണ്, നീറ്റിന് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത് ഒരു ഉടായ്പ വഴിയാണെങ്കിൽ കൂടെ, ഉടായ്പ വഴിയായിട്ടൊന്നും ആരും കാണണ്ട, നമ്മൾ ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളൂ ഇതും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്കോർ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും എടുത്ത് തലയിൽ വെക്കേണ്ട. ഇതൊക്കെ അങ്ങ് ശരിയായിക്കോളും. ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ചിലപ്പോൾ കിട്ടണം എന്നില്ല. നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു നോളജ് ഉണ്ടാക്കി പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടാവുന്നതേ ഉള്ളൂ. ഇൻ കേസ് അത്രത്തോളം നിങ്ങൾ ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുവാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം അതൊന്നും ആലോചിക്കേണ്ട. നമ്മൾ ഫസ്റ്റ് ടൈമിൽ തന്നെ നേടും എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ പോവുക. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അടുത്ത കൊല്ലം സെൽഫ് സ്റ്റഡി ചെയ്താൽ തന്നെ, അതായത് ഇപ്പോൾ പൈസ ഇല്ല എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം എത്രത്തോളം നമ്മൾ എങ്ങനെ പഠിക്കുക എന്നുള്ള ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത കൊല്ലം വേറൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ചേരാതെ സെൽഫ് സ്റ്റഡി ചെയ്താൽ മാത്രം മതിയായാലും നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ വയസ്സൊക്കെയാണ് ഒരു പ്രശ്നം. വയസ്സൊന്നും നിങ്ങളിപ്പം നോക്കുക ചെയ്യണ്ട, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് സന്തോഷം തരുന്ന ലൈഫ് നമുക്ക് ഉണ്ടാവുക, അതിനകത്തൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ നമ്മൾ 28-ാമത്തെ വയസ്സിൽ അത് നേടി, നമ്മൾ 30-ാമത്തെ വയസ്സിൽ അത് നേടിയതൊന്നുമില്ല. നമ്മളത് നേടിയോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ശരിക്കും നോക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നേടി പോയാൽ മതി. നീറ്റ് PGയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഒക്കെ ഉള്ളൂ.
പക്ഷേ അതൊക്കെ ഇതിലും ടഫാണ്. അതൊക്കെ അപ്പോഴത്തെ കാര്യം. ആദ്യം നമുക്ക് MBBS ക്ലിയർ ചെയ്യാം. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും എടുത്ത് വെക്കണ്ട. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ആ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്യാവശ്യം ആ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവേണ്ടതാണ്. നമ്മളിനിയിപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇട്ടാലും ആ ഒരു 10 മിനിറ്റ് നമ്മൾ കടിച്ച് പിടിച്ചിരുന്ന് പഠിച്ചാലും തലവേദന അല്ലാതെ അത് വേറൊന്നും ഉണ്ടാക്കത്തില്ല. നമ്മൾ പരമാവധി ഒന്ന് ഫിക്സ് ചെയ്യുക. അതായത് ഇത്ര ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ബ്രേക്ക് എടുക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന സമയത്ത് അതുവരെ തീർന്നില്ലെങ്കിലും പോയി ആ ഒരു ബ്രേക്ക് എടുക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ പോവും. അങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ ആ കണ്ടിന്യൂഷൻ കഴിഞ്ഞിട്ട് പോയി നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ അതോർത്ത് പിന്നെ ടെൻഷനായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിർത്തിയിട്ട് നിങ്ങൾ ബ്രേക്ക് എടുക്കാനായിട്ട് നോക്കുക. അടുപ്പിച്ചിരുന്ന് അങ്ങ് വായിക്കാതിരിക്കാൻ നോക്കുക. മിക്സ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഫിസിക്സ് കുറച്ച് പഠിച്ചിട്ട് കെമിസ്ട്രി കുറച്ച് പഠിച്ച് ബയോ കുറച്ച് പഠിച്ച് അങ്ങനെ നോക്കുക. നല്ല രീതിയിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ ഫിസിക്സ് ഒന്നും പഠിക്കാതിരിക്കാൻ നോക്കുക. ബയോളജി ടെക്സ്റ്റൊക്കെ ഒന്ന് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പഠിച്ച കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് ഇരിക്കുമ്പോൾ ഒക്കെ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കുക. വീട്ടിലൊക്കെ വിളിച്ച് സംസാരിക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. പറ്റുവാണെങ്കിൽ അമ്പലത്തിൽ പോവാം. പിന്നെ ഞായറാഴ്ച ഞായറാഴ്ച എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ കൊണ്ടുപോകുന്നതിനെക്കാട്ടി കൂടുതൽ അവർ ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോകും ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പള്ളിയിലൊക്കെ പോകാനായിട്ട് നോക്കുക. ഏത് റിലീജിയസ് ബിലീഫുള്ള ആളുകളാണെങ്കിലും പള്ളിയിലൊക്കെ നമുക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു റിഫ്രഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുക. അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം ക്രിസ്ത്യൻ വിശ്വാസമൊക്കെ ഉള്ളതാണ് കേട്ടോ. ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വട്ടെടുക്കുന്നൊരു ദിവസമാണ്. ഈ പഠിച്ചിട്ടും തീരുന്നുമില്ല, മൊത്തത്തിൽ ടെൻഷൻ. ചിലപ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ അറിയാവുന്നതായിരിക്കും, പക്ഷേ ഈ തീരുന്നില്ല എന്നുള്ള ആ ഒരു ഇതിൽ പഠിച്ചതും കൂടെ ചിലപ്പോൾ നമ്മൾ ഓർക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോകുമായിരുന്നു. എന്നിട്ട് നമുക്കൊരു രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കും. എന്നിട്ട് പള്ളിയിൽ പോകുന്ന സമയം വരെ ഇരുന്ന് പഠിച്ചിട്ട് റെഡിയായിട്ട് പള്ളിയിൽ പോകും. പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി ഇരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഇതെടുക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളത് ചൂസ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.